ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം നടന്നു. പെരുമ്പാവൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. ജീവകാരുണ്യ മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്തതും ദുരന്തമുഖങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായ ഒരു വിഭാഗമാണ് ആംബുലൻസ് പ്രവർത്തകർ. സർക്കാരിതര തലങ്ങളിൽ ഈ വിഭാഗത്തിന് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ മേഖലയെ അച്ചടക്കത്തോടെ വളർത്തിയെടുക്കുന്നതിനുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആംബുലൻസ് പ്രവർത്തകരെ ഏകോപിപ്പിച്ച് രൂപീകൃതമായ മഹിതമായ സംഘടനയാണ് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ. പെരുമ്പാവൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ സംഗീത KN നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നിങ്ങളുടെ സംഘടന പ്രവർത്തനമായ കാര്യങ്ങളാണ് 2 വർഷമായിട്ടുള്ള ഇന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്ഷേമ പദ്ധതിയായിട്ടോ ESI ആനുകൂല്യമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ആനുകൂല്യം നൽകുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സംഘടന വളർന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുവേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള പ്രവർത്തനമായി നിങ്ങൾ കൂടുതൽ വിപുലമാക്കുന്നതിന് ഒരു സമൂഹത്തിന് കൂടുതൽ എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് വേണ്ടിയിട്ട് നമുക്കൊരു പദ്ധതി രൂപീകരണം ആവശ്യമായിട്ട് എല്ലാ സഹായങ്ങളും ഉണ്ടാവും. ഈ ഒരു അവസരത്തിൽ നമ്മൾ വാഗ്ദാനം നൽകുകയാണ്. AODA സംസ്ഥാന പ്രസിഡന്റ് അനു സാമുവൽ അധ്യക്ഷത വഹിച്ചു. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ എറണാകുളം 8ാം ജില്ലാ സമ്മേളനമാണ് ഇന്ന് പെരുമ്പാവൂരിൽ വെച്ച് നടന്നത്. കേരളത്തിൽ സ്വതന്ത്ര സംഘടനയാണ് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ. ജാതിമത രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ മെമ്പർമാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. കാരണം നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ ഒരു നല്ല രീതിയിൽ പരിഗണിക്കേണ്ട ഒരു വിഭാഗമാണ് ആംബുലൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. കാരണം അവർ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്നവരാണ്. പക്ഷെ ഇന്ന് വരെ സർക്കാർ തലങ്ങളിൽ നിന്നും അർഹിക്കുന്ന ഒരു പരിഗണനയും അവർക്ക് ലഭിച്ചിട്ടില്ല. കാരണം ആരോഗ്യ പ്രവർത്തകരായി അംഗീകരിച്ചിട്ടില്ല. നമുക്ക് കഴിഞ്ഞ കോവിഡ് കാലങ്ങളിൽ പോലും വാക്സിൻ കൊടുക്കാൻ ആംബുലൻസ് ഡ്രൈവർമാരെ ഏറ്റവും അവസാനമാണ് പരിഗണിച്ചത്. കാരണം ഏറ്റവും ആദ്യം ആരോഗ്യ പ്രവർത്തകരുടെ കൂടെ പരിഗണിക്കേണ്ട ഒരു വിഭാഗമായിട്ട് പോലും അവരെ പരിഗണിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാ കേരള സമൂഹത്തിന് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽ അന്ന് ഞങ്ങൾ പെടുത്തിയിട്ടാണ് പിന്നീട് ഞങ്ങളുടെ ഈ ഒരു വിഷയം ഇതിൽ ഞങ്ങൾക്ക് പരിഗണിക്കപ്പെട്ടത്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും മെമ്പർമാരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് ഇന്ന് ഈ ഒരു സംഘടന രൂപം കൊടുത്തതും. ഇന്ന് എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 5000-ൽ പരം മെമ്പർമാരെ ഈ ഒരു മേഖലയിൽ അണിനിരത്തുവാൻ കഴിഞ്ഞു. ഇതിലെ ഓണേഴ്സുമുണ്ട്, ഡ്രൈവേഴ്സുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിൽ ഈ സംഘടനയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാൻ ഈ കഴിഞ്ഞ 8 വർഷക്കാലമായി ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു. AODA ജില്ലാ സെക്രട്ടറി സാബു തോമസ് സ്വാഗതം പറഞ്ഞു. AODA സംസ്ഥാന സെക്രട്ടറി ഷാജുദ്ദീൻ ചിറക്കൽ സംഘടന വിശദീകരണം നടത്തി. ജാതി മത രാഷ്ട്രീയത്തിന് എല്ലാം മറികടന്നുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നൊരു സംഘടനയാണ് AODA എന്നുള്ള ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ. കഴിഞ്ഞ 7ാമത് സംസ്ഥാന സമ്മേളനം നടന്നതും ഈ എറണാകുളം ജില്ലയിലാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാന്യനായ ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ ഞങ്ങൾക്ക് ഒരുപാട് ഉറപ്പുകൾ നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഈ വരുന്ന ഗവൺമെൻറ് ഈ 5 വർഷക്കാലത്തിനുള്ളിൽ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകൾക്കും അനുസരിച്ച് ഉയരുമെന്നും ഞങ്ങളുടെ അവകാശങ്ങൾക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ അതനുസരിച്ച് പ്രതികരിക്കുമെന്നും ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം നേടിയെടുക്കാൻ ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിയുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഫിലിം സ്റ്റാർ സാജു നവോദയ മുഖ്യാതിഥിയായി. വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച 5ാം ക്ലാസ്സുകാരിയായ കൊച്ചുമിടുക്കി ഫാത്തിമ സഹറയെ പൊന്നാടയണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചു. AODA സംസ്ഥാന ട്രഷറർ ഷബീർ അലി പട്ടാമ്പി, ജീവകാരുണ്യ പ്രവർത്തകൻ ഫാദർ ഡോക്ടർ ടോണി മേദല, BJP മണ്ഡലം സെക്രട്ടറി അനിൽകുമാർ P, കേരള പോലീസ് അസോസിയേഷൻ മുൻ സംസ്ഥാന സെക്രട്ടറി ജോസ് മാത്യു എന്നിവർ ആശംസകൾ നേർന്നു. സോണൽ പ്രസിഡന്റ് രഞ്ജിത്ത് KB നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.